മുഖം മൂടി നടന്നും കൈ കഴുകി കഴുകിയും 2 വർഷത്തോളമായി നമുക്കിട്ട് 8ന്റെ പണി തരുന്ന കൊറോണക്കിട്ട് കൊടുക്കണം. നല്ല മുട്ടനിടി തന്നെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? വിളിക്കാതെ വലിഞ്ഞു കയറി വന്ന ഇവന് നോ എൻട്രി കൊടുക്കാൻ ഔഷധ മൂല്യമുള്ള ഒരു പാനീയം തന്നെയാകാം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ആദ്യമേ തന്നെ നമ്മുടെ ഇടിക്കണ കല്ലങ്ങട് എടുത്ത് സെറ്റാക്കി എടുക്കണം. ഇനി നമ്മുടെ കറുത്ത മുത്ത് ബാക്ടീരിയയോടും വൈറസിനോടും ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള നമ്മുടെ സ്വന്തം കുരുമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കുത്തി അങ്ങ് പൊടിച്ചെടുക്കണം. ഇനി ചുമയ്ക്കും ജലദോഷത്തിനും ശ്വാസതടസ്സത്തിനും എന്തിന് എല്ലാ വൈറൽ ഇൻഫെക്ഷൻസിന് എതിരെയും ആഞ്ഞടിക്കാൻ കഴിവുള്ള ഗ്രാമ്പു 3 എണ്ണം ചേർത്ത് കൊടുത്ത് ഇതേപോലെ തന്നെ കുത്തി പൊടിച്ചൊന്ന് തയ്യാറാക്കിയെടുക്കാം. അടുത്ത നമ്മുടെ സ്വന്തം സ്ലിം ബ്യൂട്ടി. മെലിഞ്ഞിരിക്കുവാണെങ്കിലും ആള് പവർഫുള്ളാണ്. രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ മിടുക്കിയാണിവൾ. നല്ലതുപോലെ ഒന്ന് കുത്തി പൊടിച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കുമ്പോൾ കിട്ടണ ഒരു മണമുണ്ട്. ആള് മൊത്തത്തിലങ്ങ് പൊളിയാണ്. അടുത്ത് നമ്മുടെ സുന്ദരി ഏലക്ക 2 എണ്ണ ആകാം. സുന്ദരിക്കപ്പുറം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ഗ്രീൻ ബ്യൂട്ടി. നല്ലതുപോലെ കുത്തി പിടിച്ചെടുക്കുമ്പോൾ കറുവപ്പട്ടയ്ക്കും മുന്നിൽ നിൽക്കും സുഗന്ധം. അടുത്തത് പവർ ഹൗസ് ആണ്. 1 കഷ്ണം ഇഞ്ചി തന്നെ ധാരാളം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എല്ലാത്തിനും അത്യുത്തമം. ഇതും ഒന്ന് ഇടിച്ചെടുക്കാം അല്ലേ. എല്ലാം ഇടിച്ച് ചതച്ച് നല്ലതുപോലെ തയ്യാറാക്കിയെടുത്താൽ ഇനി അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാം. 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലോട്ടൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. വൈറൽ അസുഖങ്ങൾക്കെതിരെ നല്ല മുട്ടനിടി കൊടുക്കാൻ കെൽപ്പുള്ള ഒന്നാന്തരം ഐറ്റാണ് നമ്മുടെ മഞ്ഞൾ. മധുരത്തിന് ഒരിത്തിരി ശർക്കര കൂടിയാകാം അല്ലേ. എല്ലാവരെയും നന്നായി ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് നേരം നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് നമ്മുടെ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആകുന്ന പാകത്തിൽ കുറുക്കിയെടുക്കണം. 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നമ്മുടെ ഗ്ലാസ്സിനകത്തോട്ടേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗത്തോളം എടുത്ത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ കഴിവുള്ള നല്ല ഔഷധ മൂല്യമുള്ള നമ്മുടെ പാനീയം ഇവിടെ റെഡി. കൊറോണ എന്ന വില്ലൻ നമുക്ക് തരുന്നത് പനിയും ജലദോഷവും തൊണ്ടവേദനയും ശ്വാസതടസ്സവും അങ്ങനെ നമ്മുടെ ജീവൻ തന്നെ കാർന്നു തിന്നുന്ന ഈ കൊടും വൈറസിനെ ചെറുത്തു നിൽക്കണം. നമ്മൾ ഓരോരുത്തരും ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ചവിട്ടി പുറത്താക്കണം. തിരിച്ചു വരാൻ കഴിയാത്ത വിധം മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൈകൾ നല്ലതുപോലെ കഴുകുക, രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ കഴിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ നീതു. ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.